സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഈ ഫുട്ബോളിൽ 2026 ഫസ്റ്റ് ഗെയിം പ്ലേ ഇംപ്രഷൻ ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇന്ന് അമോറിനൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ അമോറിനും എല്ലാം ഇറക്കുന്നത് നമ്മുടെ ഗ്യാസ്പറിനെ തന്നെയാണ്. അപ്പോൾ ഗൈസ് ലിങ്ക് പ്ലേ ഒക്കെ എങ്ങനെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് കുറേ പേര് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് നല്ല രീതിക്ക് പൊട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡിവിഷൻ മാച്ചിലാണ് കൂടുതൽ ഈ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ ഗൈസ് ഇന്ന് ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ്റെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പാക്ക് വന്നിട്ട്, പക്ഷേ ചേത്രി അല്ല, ഓൾറെഡി വേറൊരു ഇന്ത്യ പാക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പാക്കിൽ അതുപോലെ മെസ്സിയുടെ പിന്നെ നമ്മുടെ ഓൾറെഡി വന്നിരിക്കുന്ന റോഡ്രി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് വെച്ചിട്ട് നോമിനിറ്റി കോൺട്രാക്ട് വെച്ച് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാർഡിൻ്റെ ഫുൾ ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മുടെ മാനേജറിൻ്റെ. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാൻ വെച്ചാൽ അവരുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മളിത് ഇവിടെ ഫ്രീ ട്രേ എടുക്കാൻ പോകുന്നത്. അപ്പോൾ മച്ചാവൻ ഓൾറെഡി ഇത് ഈറ്റോടെ പാക്കൊക്കെ വന്നു. അപ്പോൾ ഗൈസ് എന്താ പറയുക, ഫസ്റ്റ് ടൈം കാര്യം കിട്ടുന്നത് ഗൈസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ആനിമേഷൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആരും ഇഷ്ടപ്പെട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ രാഹുൽ ബേക്കയാണ് കിട്ടിയ വെച്ചാൽ ഓൾറെഡി സഹലൊന്നും ഇല്ലായിരുന്നു, രാഹുൽ ബേക്കയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും രാഹുൽ ബേക്കൻ്റെ കൂടി ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാം. നമ്മുടെ ടീമിലിട്ടിട്ട് ബെക്കമ്പറിൻ്റെ പകരം RB ആണ് CB ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് വെറൈറ്റി ആയിട്ട് ടീമിൽ ഇട്ട് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഓപ്പോണൻ്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കസ്റ്റം സ്റ്റേഡിയം ഒക്കെ നിങ്ങൾ ഓൾറെഡി എന്താ പറയുക ഫുള്ള് നല്ല സെറ്റാണ്. ഞാൻ മാച്ചിലൊക്കെ കളിക്കുമ്പോൾ നല്ല രീതിക്ക് ഹൈ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് നമുക്ക് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഓപ്പോണൻ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ജേഴ്സി ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാ പ്രാവശ്യവും വെറൈറ്റി ആക്കാം, കാരണം ഓൾറെഡി ഇപ്രാവശ്യം ഇതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമുക്ക് സ്റ്റേഡിയം മാറ്റാൻ പറ്റുന്നില്ല. അത് ഓൾറെഡി ഡിവിഷൻ മാച്ചിൽ അവർ തന്നെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. കസ്റ്റം സ്റ്റേഡിയം അല്ലെങ്കിൽ ഡോർമുണ്ട് സ്റ്റേഡിയം നമ്മൾ ഇന്നലെ തന്നെ മൈലീഗിൽ കാണിച്ചായിരുന്നു ഗൈസ്. അതിനിടയ്ക്ക് നല്ല ജലദോഷം പിടിച്ചു, അപ്പോൾ അതാ പറ്റി കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോണൻ്റ്. അപ്പോൾ അമോറി ഉണ്ട്, നമ്മുടെ മെസ്സി ഉണ്ട്, ഫോർലാൻ ഉണ്ട്, റോഡ്രി ഉണ്ട്, കസിലിയാസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അത്യാവശ്യം എല്ലാ കാർഡുകളും ഉണ്ട്. അപ്പോൾ ഇതൊരു ഫുൾ ഫസ്റ്റ് ഇംപ്രഷനാണ്. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മുടെ ഓപ്പോണൻറ്റ് ലിങ്ക് അപ്ലൈ ആയിരിക്കും അപ്ലൈ ചെയ്തിട്ട് വരുന്നത്. അപ്പം ഗൈസ് ഓൾറെഡി ലിങ്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു മാനേജറിൻ്റെ ഒരു ഇമോഷനൊക്കെ ഉണ്ടല്ലോ, ഗോൾ അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള റിവേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ലിങ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പിന്നെ അത് ക്രിയേറ്റീവ് പ്ലേ മേക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവന് ഞാൻ ഓൾറെഡി ലോങ് ബോൾ കൗണ്ടർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അമോറിനെ എടുത്തിടാത്തത്. ഔട്ട് വൈഡ് നിൽക്കാൻ പറ്റൂ, നല്ലൊരു മാനേജറാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങളാരെങ്കിലും മോറിൻഹോനൊക്കെ എടുത്തൊരു കമൻറ്റ് ചെയ്യും. എൻ്റെ അടുത്താണ് ഓൾറെഡി ഒരു മോറിൻഹോ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മോറിൻഹോനെ എടുക്കാത്തത് ഗൈസ്. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ ഓൾറെഡി ഗൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഗ്രാഫിക്സ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഗെയിം പ്ലേ ആണ് ഇപ്പോൾ കുറച്ച് പോയത്, അത് കുഴപ്പമില്ല. എന്തായാലും ഗൈസ് ഇത് സെറ്റായി വരും, കാരണം നമ്മുടെ 2026 ഒരു ഇതേപോലെ തന്നെയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ച 2 ആഴ്ചത്തിന് എന്തെങ്കിലും സെറ്റാക്കി വരുമായിരിക്കും സെർവറും കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ ഈ ഒരു തുടക്കവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഓൾറെഡി ഇത് DLSലൊക്കെ വന്നായിരുന്നു, കുറേ പേര് പറഞ്ഞായിരുന്നു. പക്ഷേ അവർ ഓൾറെഡി എന്തായാലും ഇത് കൊണ്ടുവന്നത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറേ പേർക്ക് കുറച്ച് പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, നമ്മുടെ ഈ ഒരു 2026 എങ്ങനെയുണ്ട് ഈ ഒരു എഡിഷൻ. അതുപോലെ തന്നെ ഗൈസ് എന്താ പറയുക, പിന്നെ പറയുകയാണെങ്കിൽ ഓൾറെഡി ഇതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. PC-യിലുള്ള അതേ സാധനം തന്നെ. പിന്നെ നോക്കി പോകുക ഗൈസ്. അപ്പോൾ റോഡ്രി 2 പിന്നെ ഗൈസ് ഓൾറെഡി എന്താ പറയുക ചെറിയ സ്മൂത്ത്നെസ്സിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. നേരത്തെ സ്പീഡായിരുന്നു, ഇപ്പോൾ ലേശം സ്ലോ ആയവർ തോന്നുന്നുണ്ട്. പക്ഷെ അത് ബ്ലിറ്റ്സൊക്കെ അടിക്കുന്നവർക്ക് സുഖമായിരിക്കും, പക്ഷെ കയറുന്നില്ല, അതാണ് ഒരു പ്രശ്നം. റിക്യുപ്പൈ ടു എംബാപ്പെ, ടോണി ആഡംസ് എടുത്തു ഗൈസ്. നമ്മൾ ഓൾറെഡി രാഹുൽ ബേക്കനെ ഇറക്കി കേട്ടോ. ഫസ്റ്റ് ഹാഫ് രാഹുൽ ബേക്കനെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഇത് നല്ല പാസ്. സാബി എടാ അത് കിട്ടിയില്ലടേ. മൊറില്ലോ വാൻഡിജിക്ക് റിക്യുപ്പൈ. ഓക്കെ രാഹുൽ ബേക്ക എടുത്തു. സാബി എടാ ഓക്കെ. ചൗമണി ഗ്രീസ്മാൻ ഗൈസ്. നമ്മൾ 2 DMF കാർഡ് ഇട്ടു ഡിഫൻസ് പൊട്ടാണ്ടിരിക്കുക. നമ്മൾ ചൗമണീനെ ഇറക്കി കേട്ടോ ഗൈസ്. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് നമ്മുടെ പുതിയ ഷോർട്ട് ടൈം മെസ്സി ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. മിഡ് ടൈമാണ് സാബി. ഓക്കെ മറഡോണ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗ്രീസ്മാൻ നമുക്ക് മറഡോണയ്ക്ക് അടിച്ചാലും മതിയായിരുന്നു, പക്ഷേ നല്ലൊരു ക്രോസ് കൊടുക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഗോൾ സെലിബ്രേഷൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓൾറെഡി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കുറേ പ്ലേയേഴ്സിൻ്റെയൊക്കെ മാറിയിട്ടുണ്ട്. MSനൊക്കെ അതേപോലെ തന്നെ, പക്ഷേ കുറച്ച് രീതിക്കുള്ള ഇമോഷനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മുടെ നിങ്ങൾ കസ്റ്റം സ്റ്റേഡിയം ഒക്കെ മുഴുവനായിട്ടും ആ ഒരു സാധനമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ്. ഇന്നലെ ആയിരിക്കും പറയുന്നുണ്ടായിരുന്നു ഒരു ഇതിനുള്ള എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആടും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, ബലൂണ്, പിന്നെ എന്തൊക്കെയോ ഡോള്, അതൊന്നും ഞാൻ എടുത്തില്ല. ഞാനെന്താ വെച്ചാൽ മച്ചാമൻ ഓൾറെഡി നിങ്ങൾ ആരെങ്കിലും അംബാസഡർ കാർഡൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. കാരണം ഞാൻ മച്ചാമൻ ഓൾറെഡി കുറേ പേര് ചോദിച്ചു ബ്രോ എന്താ നെയ്മറും നമ്മുടെ സുവാരസും എത്തിയിട്ടില്ല. അപ്പോൾ ഒന്നാമത് അവരെ പറ്റിയുള്ളൊരു എന്താ പറയുക ഒരു അപ്ഡേറ്റ് നിലവിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല കൊനാമി. അപ്പം അതെന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ ബ്രസീലിൻ്റെ ഒരു ക്യാമ്പയിൻ വരുന്നുണ്ട്, അത്
എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ പകുതി കണ്ടാകുമ്പോഴാണ്. ഇനി അപ്പോഴെങ്ങനെ എത്തുമെന്ന് അറിയില്ല ഗൈസ്. നമുക്ക് നോക്കി നോക്കാം. ഒരു സെപ്റ്റംബർ മിഡൊക്കെ ആകുമ്പോഴാണ് ഒരു ബ്രസീൽ ക്യാമ്പയിൻ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിലെങ്ങനെ വലിയ അംബാസഡർ പാക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. കാരണം അവരുടെ ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാനും കഴിയില്ല. ഈ ഇന്ത്യൻ്റെയൊക്കെ കാര്യം അവർ അന്നേ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഫുട്ബോളിൽ അവർ ഓൾറെഡി ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു ഗൈസ്. അപ്പോൾ റിക്യുപ്പൈ ടു ടോണി ആഡംസിന് കിട്ടിയിട്ടുണ്ട്, ടോണി ആഡംസ് ടു നമ്മുടെ സാബി. ഓക്കെ ഗൈസ്, ഓൾറെഡി എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇതൊരാഴ്ച എടുക്കും. 2-3 കളി ഒരു കുറച്ച് കളി കളിച്ച് കഴിയുമ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വരും. എടാ കിടിലൊരു ഷോട്ട്. ഓക്കെ, റോബർട്ടോ കാർലോസ് അടിച്ചു കളഞ്ഞു. ഫോഡൻ ഓക്കെ, എടാ രാഹുൽ ബേക്കെ എടുക്കണേ ഗൈസ്. അപ്പോൾ അവർ ഗോൾ അടിച്ചിട്ട് 31-ാം മിനിറ്റിൽ ഗോൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഫോഡൻ ഗൈസ്. അപ്പം മച്ചാമിന് ഓൾറെഡി ഇന്നലെ മഴ നനഞ്ഞുകൊണ്ട് നല്ല രീതിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നലെ രാത്രി ലൈവ് വരേണ്ടത് കേട്ടോ. അപ്പോൾ 8 മണിക്കാണ് മച്ചാമെ നമ്മൾ റിയൽ സഞ്ജു ചാനലിൽ ലൈവ് ഉണ്ടാവുക. ഓക്കെ ഗൈസ്, അപ്പോൾ സുവാരസ് ടു ഗ്രീസ്മാൻ. മച്ചാമേനെ ഗ്രാഫിക്സ് ഒന്നും പറയാനില്ല. സത്യത്തിൽ ഗ്രാഫിക്സ് PC പോലത്തെ ആ സാധനം തന്നെ ആക്കിയിട്ടുണ്ട് ഇവർ. നല്ല രീതിക്ക് ക്ലിയർ ഉണ്ട്. പിന്നെ ഗൈസ് ഓൾറെഡി എന്താ പറയുക, അതൊരു നല്ല കാര്യം കേട്ടോ ഗൈസ്. കുറച്ച് ഒരു ബ്രൈറ്റ്നസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. വൈറ്റ് അത് പിന്നെ കുറച്ച് പേർക്കൊക്കെ ഓപ്പൺ ആവുന്നില്ല എന്ന് കേട്ടു. മച്ചാമേനെ ഓൾറെഡി നിങ്ങൾ ഹൈ ഗ്രാഫിക്സും പിന്നെ സ്പേസ് ഒക്കെ നോക്കിയിട്ട് സെറ്റാക്കുക. എന്തായാലും ഓപ്പൺ ആവും, നോക്കി നോക്കുക. കാരണം എൻ്റെ ഓൾറെഡി 3GB റാമാണ്. ആ ഫോണിൽ സെറ്റായി ഗൈസ്. അപ്പോൾ ഒരു കിടിലൻ ഗോള് മച്ചാമേനൊപ്പം അടുത്ത ഗോള് നമ്മുടെ ഗ്രീസ്മാൻ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2GB റാമുള്ള പയ്യന്മാർക്ക് ഓപ്പൺ ആവുന്നില്ല തോന്നുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, സ്പേസ് ഒക്കെ ഒന്ന് സെറ്റാക്കി നോക്കുക. എന്നിട്ട് ഈ സ്റ്റേഡിയത്തിൽ ഒരാളും ഇല്ലാത്ത ആ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ലോയിലൊക്കെ ഇട്ട് കളിപ്പിക്കാൻ എന്തായാലും പറ്റും, നോക്കി നോക്കുക. അങ്ങനെയാണ് ഞാൻ ഒരു ഫോണിലൊക്കെ സെറ്റാക്കിയത്. റോഡ്രി ഗൈസ് ഇപ്രാവശ്യം എന്താ പറയുക, സപ്പോർട്ടിങ് പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. നമ്മൾ എല്ലാവർക്കും ഏകദേശം ഞാൻ വിചാരിച്ചു അതൊന്നും വരല്ലേന്ന് വിചാരിച്ചു. അതുപോലെ ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും കമൻറ്റ് ചെയ്യുക മച്ചാവനോടെ. ഇനിയിപ്പം സംഭവം എന്താ വെച്ചാൽ ഈ ഫ്രീ കിക്ക്, അതുപോലെ കോർണർ കിക്ക്, അതുപോലെ ഗോളിയുടെ കിക്ക്, അങ്ങനെയുള്ള എല്ലാം നോക്കണം. ഇനിയിപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു, അതിനകത്ത് എന്തൊക്കെയോ മാറിയെന്ന് പറഞ്ഞു. പിന്നെ ഗൈസ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ ബ്ലിറ്റ്സ് അടിച്ചായിരുന്നു നമ്മുടെ മെസ്സിനെ വെച്ചിട്ട്. പക്ഷേ എനിക്ക് ഗൈസ് അതെന്താ അറിയില്ല, ബ്ലിറ്റ്സ് വെച്ച് അടിച്ചപ്പോൾ എനിക്ക് വർക്കായി. എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല, പക്ഷേ സ്മൂത്തായിരുന്നു അത് ഗൈസ്. ഓൾറെഡി നെറ്റ്വർക്കും പിന്നെ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് മാച്ചപ്പിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഒരു മച്ചൻ ചോദിച്ചായിരുന്നു. ഈ മാച്ചപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഗൈസ് ഈ ഒരു ജോയ്സ്റ്റിക്കിൻ്റെ സംഭവം സ്വിച്ച് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ റെഡിയാവും തോന്നുന്നു. ഞാൻ ഓൾറെഡി ഫസ്റ്റ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മറഡോണ ഒരു പാസ്. ഓക്കെ ഗൈസ്, റോബർട്ടോ കാർലോസിൻ്റെ ഒരു ക്രോസ് നമുക്ക് നോക്കി വെക്കാം. അവിടെ കിട്ടിയില്ലൊരു ക്രോസ് റിക്യുപ്പൈ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത നമ്മുടെ റൗളാണ് ഇപ്രാവശ്യം ഗൈസ്. ഡ്രോപ്പേനെ കിട്ടാത്തതിൻ്റെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം ഇനി ഈ പ്രാവശ്യം റൗളാണ്. പക്ഷെ അവർ ഓൾറെഡി ഡെയിലി ഗെയിമിലാണെങ്കിൽ ഇപ്രാവശ്യം ഹസാഡ് കിട്ടി. പിന്നെ ഹസാഡ് വന്നു. പിന്നെ നമ്മുടെ റൈഗാർഡ് ഉണ്ട്. ഇനി എനിക്ക് തോന്നുന്നു അത് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പ്ലേയേഴ്സ് ആഡ് ചെയ്യും. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആഡ് ചെയ്യും. അതെനിക്കൊന്ന് ഡിസംബറൊക്കെ കഴിയണം തോന്നുന്നു. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മറ്റേ കോസ്റ്റേട്ട മറഡോണ ആ ഒരു ടൈം ആയിരുന്നു നമ്മുടെ ബാക്കി പ്ലേയേഴ്സും കൂടെ ആഡ് ആയത്. സെർജിനോയൊക്കെ, റോബർട്ടോ കാർലോസ്, മറഡോണ ഗൈസ്. ഇത് പെട്ടെന്നുള്ളൊരു ജലദോഷമായിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പെട്ടെന്നൊരു മഴ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വരുമെന്ന്. അതുകൊണ്ട് പണിയായി ഗൈസ്. രാഹുൽ ബേക്കെ മറ്റവരുടെ അത്യാവശ്യം രീതിക്ക് റണ്ണിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഗൈസ് ഓൾറെഡി നമ്മൾ ഈ ലിങ്കപ്ലേൻ്റെ കേസ് എടാ നല്ലൊരു ചാൻസ് എത്തിയിട്ടുണ്ട്. ഓക്കെ സുവാരസ് അടിച്ചോ, ആടാ പോയില്ല മറഡോണ. പിന്നെ ഗൈസ് ഓൾറെഡി നമ്മൾ ലൈവിൽ വരുമ്പോൾ നമുക്ക് സെറ്റാക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഇത്രയും ഗ്രാഫിക്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നല്ല രീതിക്കുള്ള ഗ്രാഫിക്സാണ് ഇട്ടേക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് സെറ്റാക്കുക കേട്ടോ. എടാ സാബി ഓക്കെ, ചൗമണി, ഗ്രീസ്മാൻ ഓക്കെ, ചൗമണി ഗൈസ്. ഓൾറെഡി ഇത് സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റണ്ടിങ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇനി പറക്കും സാധനം കിടന്നിട്ട് അങ്ങനത്തെ രീതിയിലായിട്ടുണ്ട്. ഓക്കെ ചൗമണി ഗൈസ്. ഓൾറെഡി ഞാനെന്താ വെച്ചാൽ ഈ DMF സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ചൗമണീനെ അവിടെ ഇറക്കിയത്. അപ്പോൾ ആ സീനൊന്നുമില്ല. എടാ ഓക്കെ മറഡോണ ബാക്കോട്ട്. അർണോൾഡ് ഗൈസ് ഈ ഒരു പണ്ട് കിട്ടിയ അർണോൾഡിൻ്റെ കാർഡുണ്ടല്ലോ, ഇത് നല്ല കാർഡാട്ടോ. കാരണം ഞാൻ ഇത് കുറേ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട്. ഞാനല്ല, ഓപ്പോണൻ്റെ കയ്യിൽ ഈ സാധനം കാണുന്നുണ്ട് എപ്പോഴും. സാബി, ഗ്രീസ്മാൻ ഓക്കെ, സുവാരസ് ഓക്കെ, മെസ്സി, ക്യാമവിംഗ, റിക്യുപ്പൈ. മച്ചാമേടാ നിങ്ങൾ അംബാസഡർ പാക്ക് ഒക്കെ എടുത്തിട്ട് കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ ഇന്നലെ ലൈവിൽ വന്ന സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു യമാലിൻ്റെ. അപ്പോൾ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക. അത് ഓൾറെഡി ഗൈസ് എനിക്ക് തോന്നുന്നു അവിടെ ഒരു കിടിലൻ ഷോട്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മെസ്സിയുടെ കാർഡ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തത്. കാരണം ഓൾറെഡി അതെനിക്ക് തോന്നുന്നു കണ്ടോ ഗൈസ്, ഇതാണ് പുതിയ പരിപാടി.
എന്താ പറയുക, യമാലിൻ്റെ കാർഡ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ബ്ലിറ്റ്സൊക്കെ അത്യാവശ്യം ഉണ്ട്. പിന്നെ ക്ലാസിക് നമ്പർ 10 ആണ് മെസ്സിയുടെ. അപ്പോൾ നിങ്ങളാരും എടുത്ത ഒരു കമൻറ്റ് ഞാൻ ഓൾറെഡി ഞാനും വെയിറ്റ് ചെയ്തത് ആറിനു വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റൊണാൾഡോയ്ക്ക് വേണ്ടി കോയി സേവ് ചെയ്തു, അത് അന്നേരം കിട്ടിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടാ അവരുടെ കിടില ഷോട്ട് അവനോട് ആരടിച്ചത് ഫോർലാൻഡ് തോന്നുന്നു. ഗൈസ് ഓൾറെഡി എന്താ വെച്ചാൽ നമ്മൾ അപ്ഡേറ്റിന് ശേഷം കുറേ പ്ലേയേഴ്സിന് നല്ല രീതിക്കുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. കുറേ പേര് അതിനെപ്പറ്റി പറഞ്ഞു ഗൈസ്. അപ്പോൾ അവരുടെ കോർണറാണ്, നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ഇവർ ലിങ്കപ്പിൾ ഉണ്ടാവുമല്ലോ, ലിങ്കപ്പിൾ അപ്ലൈ ചെയ്തിട്ടില്ല ഇവന്മാർ. കാരണം അമോർമിൻ്റെ ഇതുവരെ ഒരു ഫസ്റ്റ് ഇത് കണ്ടിട്ടില്ല. ഇനി ഗോൾ അടിക്കേണ്ടി വരുമോ? അല്ല ഗോൾ അടിച്ചിട്ട് വന്നില്ല ഗൈസ്. ഗ്രീസ്മാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ റൺ ചെയ്ത് കയറി അടിച്ചോ. അയ്യോ എടാ ഇത്ര അടുത്തെത്തിയിട്ട് അതെന്ത് അടിച്ചേ. ഗൈസ് ഇച്ചിരി ഒന്ന് മാറിപ്പോയി. അത് അമിത പ്രതീക്ഷ വന്നതാണ് പ്രശ്നമായത് ഗൈസ്. ഓൾറെഡി നമ്മൾ ഈ കസ്റ്റം സ്റ്റേഡിയം ചെയ്തപ്പോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കസ്റ്റമൈസേഷൻ സ്റ്റേഡിയം അടിപൊളിയായി. കാരണം ഓൾറെഡി ഗൈസ് നമ്മൾ എന്താ പറയുക ഇത്ര റൊണാൾഡോ അല്ല നമ്മുടെ മെസ്സിനെയൊക്കെ മേടിച്ചാലാണ് ആ ഒരു മെസ്സിയുടെയൊക്കെ സ്റ്റാച്ചു ആ സാധനമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞ ഗൈസ് എനിക്ക് തോന്നുന്നത് നമ്മൾ റൊണാൾഡോൻ്റെ പാക്ക് കറക്കിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാക്ക് എടുക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കറക്കട്ടാന്ന് തോന്നുന്നുണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ല. അതുള്ളത് പോയി ചെയ്തു. മെസ്സി ഓക്കെ സ്നൈഡർ വെച്ചാൽ കുറച്ച് റണ്ണിങ് സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ മെസ്സി അടിച്ചു ഗൈസ്. അപ്പോൾ 84 മിനിറ്റിൽ നമ്മൾ വീണ്ടും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പോയത് പോയി ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാനില്ല. എന്തായാലും 2000 അല്ലേ പോയുള്ളൂ, മുഴുവനൊന്നും പോയില്ല. ഇനി നമുക്ക് സേവ് ചെയ്തിട്ട് പെലയൊക്കെ വരാനാകുമ്പോഴത്തേനും പെലയില്ല 6 വരാനാകുമ്പോഴത്തേനും നമുക്കൊരു കറക്കലും കൂടെ കറക്കാം. കാരണം എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഇന്ന് ഈറ്റോയും സ്നൈഡറും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനിമേഷൻ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ എപ്പിക് അനിമേഷനും മാറി ഗൈസ്. ഓൾറെഡി ബ്ലാക്ക് അടിച്ചാലും അവർ രണ്ടും കൂടെ ഇറങ്ങി വരുന്നതൊക്കെ വീഡിയോ ഒക്കെയാണ് കണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് എപ്പിക്കൊക്കെ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. സംഭവം നമ്മുടെ മിഡ് കിട്ടിയ പോലെയാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് ചെയ്യുക. ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് സ്നൈഡർ ടു. അയ്യോ നല്ലൊരു പാസ്സായിരുന്നു സ്നൈഡർ. ഓക്കെ ഓവൻ മെസ്സി ഫ്രീ ആയിരുന്നല്ലോ. ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ 3-1 ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ സെറ്റാണ്. അപ്പോൾ എന്തായാലും വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഡിവിഷൻ മാച്ച് കളിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നും അതുപോലെ തന്നെ എന്താ പറയുക മൊത്തത്തിൽ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മാച്ചായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ജയിച്ചു. ഒരു 6 ഷോട്ട് ഇട്ട് പയ്യന്മാരും 4 ഷോട്ട് അടിച്ചു. അപ്പോൾ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഫോർഡനാണ്. ഫോർലാനൊക്കെ 5.0 ഉണ്ട്. എംബാപ്പയാണ് ലാസ്റ്റ് ഇരിക്കുന്നത് 4.5. പിന്നെ മുറില്ലോ എന്ന് പറഞ്ഞൊരു ഒരു കാർഡുണ്ട് CB ആയിട്ടുള്ള. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കാർഡ് രാഹുൽ ബൈക്കൊക്കെ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ മച്ചാവൻ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ലൈവിലൊക്കെ വരിക മച്ചാവനെ. അപ്പോൾ ഓൾറെഡി അടുത്ത വീഡിയോയിലായിട്ടും ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.